ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഃ. യേ മേ മതം ഇദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തഃ അനസൂയന്തഃ മുച്യന്തേ തേ അപി കർമ്മഭിഃ. യേ മേ മതം ഇദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ. യേ മാനവാഃ, ഏതൊരു മനുഷ്യരാണോ, മമ മതം, മേ മതം, എൻ്റെ ഈ അഭിപ്രായത്തെ നിത്യം അനുതിഷ്ഠന്തി, നിത്യവും അനുസന്ധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ അഭിപ്രായം അനുസരിച്ച് നിത്യവും പറഞ്ഞതുപോലെ ജീവിക്കുന്നവരാണെങ്കിൽ, ശ്രദ്ധാവന്തഃ അനസൂയന്തഃ, ശ്രദ്ധയോടുകൂടിയും അസൂയയില്ലാത്തവരുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ആചരിക്കുന്നവരാരാണോ അവർ മുച്യന്തേ തേ അഭി കർമ്മഭിഃ, അവർ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മോചിതരായിത്തീരുന്നു. ഇത്രയും സമയം ഭഗവാൻ എങ്ങനെയാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു അർജുനനോട്. അവസാനം പറഞ്ഞു, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വരഃ. എല്ലാ കർമ്മങ്ങളും എന്നിൽ തന്നെ ആത്മബോധത്തോടെ സമർപ്പിച്ചുകൊണ്ട് അമിതമായ ആശയില്ലാത്തവരായും ഞാൻ എന്നുള്ള ഭാവം ഒഴിഞ്ഞവരുമായ ആളുകൾ എന്നെ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കുന്ന ആ സങ്കല്പം മൂലം ദുഃഖം എല്ലാം വെടിഞ്ഞ് അവർ കർമ്മത്തിൽ വ്യാപൃതരാകുന്നു. അതുകൊണ്ട് നീയും നിൻ്റെ കർമ്മങ്ങളിൽ വ്യാപൃതനായാലും എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു. ഈ കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും ത്യജിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കണം എന്നും ആ കർമ്മങ്ങളെല്ലാം എന്നിൽ തന്നെ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്നുമെല്ലാം പറഞ്ഞ ഭഗവാന്റെ ഈ ഉപദേശത്തെ ഏത് മനുഷ്യരാണോ, അല്ലെങ്കിൽ ഏതേത് മനുഷ്യരാണോ വളരെ ശ്രദ്ധയോടുകൂടിയും അസൂയയില്ലാത്തവരുമായിട്ട് ഈ ഒരു ദിനചര്യയെ അനുഷ്ഠിക്കുന്നുവോ അവരെല്ലാം അവരുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് പോലും മോചിതരായിത്തീരുന്നു. നമുക്കറിയാം, ജന്മങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം കർമ്മങ്ങളാണ്. കർമ്മബന്ധങ്ങളാണ് നമ്മളെ ഇഹലോകത്തിലെ ശരീരങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ കാരണമാകുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളെ ആർക്കാണോ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത് അവരാണ് ഈ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ എന്ന് പറയുന്നത്. ജനി മൃതികളുടെ ചുഴിയിൽപ്പെട്ട് അവർ ഉഴലുകയില്ല എന്ന് പല സൂക്തങ്ങളിലും അല്ലെങ്കിൽ പല ശ്രേഷ്ഠരായ ആളുകളുടെ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയും. സദാസമയവും കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരായി നിൽക്കുവാനും ഒരു ജീവജാലങ്ങൾക്ക് സാധ്യവുമല്ല. എന്നാൽ തൻ്റെ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് മൂലം അന്യജീവനുകൾക്ക് യാതൊരു ഹാനിയും വരുത്താതെ സാധിക്കുന്ന സഹായങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മഭാണ്ഡത്തിന് ഭാരക്കുറവ് താനേ വന്നു ചേരും. അങ്ങനെ
ഈ കർമ്മഭാണ്ഡം പൂർണ്ണമായും ഭാരമില്ലാത്തതായി കഴിഞ്ഞാൽ ഈ ജന്മസംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആ ജീവാത്മാവിന് കഴിയും. അതുകൊണ്ട് ഏതേത് മനുഷ്യരാണോ ഞാൻ ഈ നൽകിയ ഉപദേശത്തെ ശ്രദ്ധാലുക്കളായും അസൂയയില്ലാത്തവരായും ആചരിക്കുന്നത് അവരെല്ലാം അവരുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതരായിത്തീരും. അർജുന, യമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഃ യേത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. യേതു ഏതദ് അഭ്യസൂയന്തഃ ന അനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാൻ താൻ വിദ്ധി നഷ്ടാൻ അചേതസഃ. ഏതൊരു മനുഷ്യരാണോ ഏതദ് അഭ്യസൂയന്ത ഈ അഭിപ്രായത്തെ അസൂയയുള്ളവരായിട്ട് അനുസരിക്കാത്തതിന് അനുതിഷ്ഠന്തി അനുവർത്തിക്കാത്തത് സർവജ്ഞാന വിമൂഢാൻ താൻ അവർ യാതൊരു അറിവും ഇല്ലാത്തവരും വിമൂഢാൻ മൂഢചേതസ്സുകളുമായിരിക്കുന്നവർ വിദ്ധി നഷ്ടാൻ അചേതസഃ അവർ വിവേകം ഇല്ലാത്തവരായിട്ട് അവർ നശിച്ചവരാണ് എന്ന് അറിഞ്ഞാലും. ഏതൊരു മനുഷ്യരാണോ എൻ്റെ ഈ അഭിപ്രായത്തെ അസൂയ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഒക്കെ അനുസരിക്കാതിരിക്കുന്നത് ഒരറിവുമില്ലാത്തവരും വിവേകമില്ലാത്തവരുമായ അവർ നശിച്ചവരാണ് എന്ന് അറിഞ്ഞാലും. നമുക്കിടയിൽ ജ്ഞാനികളായ ആളുകൾ നൽകുന്ന ഉപദേശങ്ങളെ മാനിക്കാത്തവരായും അവരെ യഥേഷ്ടം നിന്ദിക്കുന്നവരുമായ ധാരാളം ജനങ്ങളെ നമുക്ക് കാണാം. ഒരുപക്ഷെ അവരുടെ ഉപദേശങ്ങളെ അനുസരിക്കുന്നില്ല എന്നതോ പോകട്ടെ, തിരിച്ച് അങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നിന്ദിക്കുന്നവരും കൂടിയാകുമ്പോൾ അവർക്ക് ഭഗവാൻ മുമ്പ് പറഞ്ഞ പോലെ ഉള്ള ഈ മാർഗത്തിലേക്ക് എത്താൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഏതൊരാളാണോ വിവേകിയായ ഒരാളുടെ അടുത്തു നിന്ന് കിട്ടുന്ന ഉപദേശത്തെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് ആ നൽകുന്ന ഉപദേശത്തെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കൊണ്ട് തൻ്റെ ജീവിതം സ്വയം ശ്രേഷ്ഠമാക്കാൻ ശ്രമിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ മനുഷ്യരുടെ ഗണത്തിൽപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് സദ്ഗതി ലഭിക്കുവാൻ വളരെ എളുപ്പവും അതിനുള്ള മാർഗം അവർക്ക് തെളിഞ്ഞ് കിട്ടുന്നതും ആണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ആർക്കാണോ അതിന് സാധിക്കാത്തത് അവർക്ക് അതിൻ്റേതായ വിഷമതകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. സങ്കല്പിക്കുക, ഇവിടുന്ന് കോട്ടയം വരെ പോകണം. നമുക്കെന്നാൽ കൃത്യമായ റൂട്ട് അറിയില്ല. നമ്മൾ വഴിയിൽ ഉള്ള ആരോടെങ്കിലുമൊക്കെ ചോദിക്കും ഏത് വഴിയിലൂടെ പോകണം എന്ന്. വളരെ നല്ല മനസ്സോടു കൂടിയവരാണെങ്കിൽ അവർ കൃത്യമായ വഴി നമുക്ക് ഉപദേശിച്ചു തരും. പക്ഷേ അവർ അങ്ങനെയുള്ളവരല്ല എങ്കിൽ നമ്മളെ കറക്കി കളയും. ഇതുപോലെയാണ് സദ്ഗുരുക്കൾ. ശരിയായ മാർഗത്തെ നമുക്ക് ഉപദേശിച്ചു തരുന്ന ആ സജ്ജനങ്ങൾ അവർ പറയുന്ന രീതിയെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. തിരിച്ചായാൽ നമ്മൾ ചുറ്റും കറങ്ങുന്നതല്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുമില്ല. ഇതാണ് സദ്ഗുരുക്കളുടെ ഉപദേശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ലാഭം. അങ്ങനെയുള്ളവരെ നിന്ദിച്ചുകൊണ്ട് ആ മാർഗത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് മാത്രമല്ല,
ഇപ്രകാരം ദിശാബോധമില്ലാതെ ചുറ്റിക്കറങ്ങേണ്ടതായി വരും എന്നുകൂടി മനസ്സിലാക്കണം. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കും. പക്ഷേ ബുദ്ധിശൂന്യരായ ആളുകളാണെങ്കിലോ ഞാൻ സ്വയം അനുഭവിച്ച് പാഠം ഉൾക്കൊള്ളാം എന്ന് പറയുമ്പോൾ അവർക്ക് ആ സ്വയം അനുഭവിക്കുന്ന ഓരോ പ്രവൃത്തിയിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളിൽ നിന്നും തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്തുവാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് തന്നെ വരാം. അതിനും ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി എന്ന് കരുതുക. ആ ചാടിയ ആൾക്ക് ജീവഹാനി വരെയും അല്ലെങ്കിൽ ഗുരുതരമായ അംഗഭംഗം വരെയും ഒക്കെ സംഭവിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ മുകളിൽ നിന്ന് ചാടിയാൽ ഇതുപോലെയുള്ള ആപദ്ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തും, അല്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ജാഗരൂകരായിരിക്കുന്നു. അതേസമയം അങ്ങനെ ഉള്ള ആ അറിവിനെ സ്വീകരിക്കാത്ത ഒരാളാണെങ്കിൽ, ഇല്ല ഞാൻ അനുഭവിച്ചിട്ടേ ആ പാഠം പഠിക്കുള്ളൂ എന്ന് കരുതിയാൽ എന്താണ് സംഭവിക്കുക? ജീവഹാനി തന്നെയാണ്. അതുകൊണ്ട് ഉപദേശങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അതിനെ നന്നായി മനസ്സിലിട്ട് ആലോചിച്ചിട്ട് കൃത്യതയോടുകൂടി അതിനെ അനുസന്ധാനം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏത്വേതദഭ്യസൂയന്ത നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്ഥാൻ വിദ്ധി നഷ്ടാന ചേതസഃ. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഃ ജ്ഞാനവാൻ അപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ, തൻ്റെ പ്രകൃതിക്ക് അനുസൃതമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ചേഷ്ടിക്കുന്നത്. പ്രകൃതേഃ ജ്ഞാനവാൻ അപി, പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ് ജ്ഞാനം ഉള്ളവൻ പോലും ചേഷ്ടിക്കുന്നത്. പ്രകൃതിം യാന്തി ഭൂതാനി, ജീവികൾ എല്ലാവരും അവരുടെ പ്രകൃതിയെ തന്നെയാണ് പ്രാപിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നിഗ്രഹ കിം കരിഷ്യതി, അവർ എങ്ങനെയാണ് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുവാനായിട്ട് സാധിക്കുക? അവർക്ക് സാധിക്കുന്നതല്ല. അറിവുള്ളവർ പോലും തൻ്റെ വാസനയ്ക്ക് അനുസൃതമായിട്ടാണ് ചേഷ്ടിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഇപ്രകാരം തന്നെയാണ്, അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ആണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കർമ്മവാസനകൾ നമ്മളിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നു വന്നതാണ്. ആ വാസനയാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഓരോ കർമ്മങ്ങളിലും സാത്വികമായാലും രാജസമായാലും താമസമായാലും ഉള്ള ഗുണങ്ങളെ ചേർത്ത് തരുന്നത് ഈ വാസനകളാണ്. ഇത് ജന്മജന്മാന്തരങ്ങളിലൂടെ നിരന്തരമായി നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്നതും ഈ ജന്മത്തിൽ നിന്ന് നമുക്ക് സാത്വിക ഭാവത്തിലേക്ക് എത്രത്തോളം എത്താൻ കഴിയും എന്നതിനെല്ലാം ആശ്രയിച്ചായിരിക്കും പിന്നീടുള്ള ജന്മങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, ഇത്രയും നാൾ ഈ ജീവാത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്ന കർമ്മവാസനകൾ അത് നമ്മളുടെ കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് വരും. അത് എത്ര ജ്ഞാനവാനായാൽ പോലും അതുണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ ആൾ ഒക്കെയാണ് എന്നാണ് നമ്മളെല്ലാം അറിയുന്നത്. അദ്ദേഹത്തിനും മഹാദേവൻ്റെ ഒരു പരീക്ഷണം നേരിടേണ്ടതായി വന്നു. കാരണം തൻ്റെ ഉള്ളിൽ വളരെ വലിയ ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഉന്നത കുലജാതനാണ് എന്നുള്ളൊരു അഹംഭാവം ഉണ്ടായിരുന്നു.
അത് ശ്രേഷ്ഠതയെ പ്രാപിക്കുന്നതിന് ഒരു തടസ്സമാണ് എന്നതുകൊണ്ടാണ് മഹാദേവൻ ഒരു കാട്ടാളനായിട്ട് ഈ ശങ്കരാചാര്യരുടെ മുമ്പിൽ വന്നതെന്നാണ് പറയുന്നത്. ഈ കാട്ടാളനെ മുന്നിൽ കണ്ടപ്പോൾ ശങ്കരാചാര്യർ വഴിമാറി പോകണമെന്ന് പറഞ്ഞതു ആ കാട്ടാളൻ മറുപടിയായിട്ട് ചോദിക്കുന്നത്, പഞ്ചഭൂതാത്മകമായ എൻ്റെ ഈ ശരീരമാണോ മാറിപ്പോകേണ്ടത്, അതോ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ജീവാത്മാവാണോ വഴിമാറിപ്പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചോദ്യത്തിന് ശങ്കരാചാര്യർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരമാണ് മാറിപ്പോകേണ്ടത് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ചേർന്നിരിക്കുന്ന വസ്തു ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അതിൽ ഞാനെന്നോ നിങ്ങളെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ കാട്ടാളെന്നോ ഒന്നും യാതൊരു ഭേദവുമില്ല. എന്തിനേറെ മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഒക്കെ അവരും പഞ്ചഭൂതാത്മകമായ ശരീരം ഉള്ളവർ തന്നെയാണ്. എന്നാൽ ഓരോ ശരീരങ്ങളുടെയും ഉള്ളിലും നിലകൊള്ളുന്ന ജീവാത്മാവാകട്ടെ അത് ഈശ്വര സ്വരൂപിയുമാണ്. അതും എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശങ്ങളാകുന്ന ജീവാത്മാക്കൾ തന്നെയാണ്. ഇങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളോട് വഴിമാറിപ്പോകണം, അശുദ്ധിയാകും എന്നെല്ലാം പറയുന്നത്? അപ്പോൾ അതിലൂടെ ശങ്കരാചാര്യരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ജ്ഞാനം മാറി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നുണ്ട്, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു, വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ആ പ്രകൃതി സിദ്ധമായിരിക്കുന്ന വാസനകൾ നമ്മളെ ഏത് പ്രകാരത്തിൽ കറക്കുന്നുവോ അതിനനുസൃതമായിട്ട് നമ്മൾ ജ്ഞാനികളായിരുന്നാൽ പോലും കറങ്ങുന്നു. അങ്ങനെയുള്ള ആ വികൃതി, പ്രകൃതിയുടെ ഈ വികൃതിയെ ഉപേക്ഷിക്കണമെങ്കിൽ വികൃതി വിടുന്നതിനായി വേല ചെയ്യുകയിൽ ആ കർമ്മം ഫലാഗ്രഹം അറ്ററിഞ്ഞിടണം. നമ്മളുടെ കർമ്മങ്ങൾ കർമ്മഫലത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കണം. അല്ലെങ്കിൽ കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അതുമല്ലെങ്കിൽ നിഷ്കാമ കർമ്മികളായിരിക്കണം. വളരെ മഹത്തായ ഒരു ഉപദേശമാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കാനാവില്ല ഒരു ജീവജാലങ്ങൾക്കും. എന്നാൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഫലാഗ്രഹം മാറ്റി നിർത്തിയാൽ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിതമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാകിൽ അത് നമ്മളെ പരമപദത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുമല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ള ദൂരം വളരെയേറെ കുറയ്ക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാം. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനവി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേ തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഃ ന വശം ആഗച്ഛേത് തൗ ഹി അസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയസ്യാർത്ഥേ ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷവും വ്യവസ്ഥാപിതമായിട്ട് രാഗവും ദ്വേഷവും ഒക്കെ ഉണ്ടാകുന്നത് തന്നെയാണ്. തയോഹോ വശം ന ആഗച്ഛേത്. ഇവ രണ്ടിൻ്റെയും വശത്ത് നമ്മൾ പോകാൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് വശപ്പെടാനോ അധീനരാകുവാനോ പാടില്ല. എന്തുകൊണ്ടെന്നാൽ തൗഹി അസ്യ പരിപന്ഥിനൗ. ഇവർ രണ്ടുപേരും നമ്മളുടെ ശത്രുക്കളാണ്. പരിപന്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസാര സാഗരത്തിലൂടെ നമ്മളുടെ ഈ ഒഴുക്കിന് എതിർദിശയിൽ നമ്മളുടെ ഗതിയെ തടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗതിവേഗം കുറയ്ക്കുവാനോ വരുന്ന ആളുകളാണ് ഈ ശത്രുക്കൾ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും അല്ലെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. എങ്കിലും
ഇവയിൽ അധീനരായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ പോകും, അല്ലെങ്കിൽ നമുക്ക് അതിനായി വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണമായിട്ട് നമുക്കൊരു കായൽ കടക്കാൻ ഒരു വഞ്ചിയിലിരുന്ന് പോവുകയാണെന്ന് കരുതുക. നമ്മൾ പോകുന്ന ദിക്കിലേക്കാണ് കാറ്റും ഒഴുക്കുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അതേസമയം കാറ്റും ഒഴുക്കും എതിർ ദിശയിലായാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വളരെയേറെ പരിശ്രമിക്കേണ്ടതായി വരാം. പലപ്പോഴും നമ്മളുടെ ദിശ മാറിപ്പോവുകയും ചെയ്യാം. ജീവാത്മാവ് എല്ലാം ആ പരമാത്മാവിൻ്റെ അംശമാണെന്നിരിക്കെ ഇത് ഏതോ ഒരു ജന്മത്തിന് മുൻപിൽ പരമാത്മാവിൽ നിന്ന് വേർപെട്ട് പല ശരീരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇനിയും എത്രയോ ശരീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇരിക്കുന്നു എന്നറിയാതെ മുന്നോട്ടുള്ള ഈ ഗതിക്ക് ശേഷം ആ പരമാത്മാവിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എത്ര ശരീരങ്ങൾ ഇനിയും എടുക്കേണ്ടി വരുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഭക്തിമാർഗത്തിലൂടെ നിഷ്കാമകർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് സദ്ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടെല്ലാം ജീവിക്കുന്ന ഒരാൾക്ക് ആ ദൂരം വളരെ കുറഞ്ഞു എന്ന് വരാം. അതനുസരിക്കാത്തവർക്ക് വളരെയധികം ദൂരം അല്ലെങ്കിൽ വളരെയധികം ശരീരങ്ങൾ എടുത്തുകൊണ്ട് സഞ്ചരിക്കേണ്ടതായും വരാം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനാവശമാഗച്ഛേതൗ ഹ്യസ്യാ പരിപന്ഥിനോ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാസുനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹഃ. ശ്രേയാൻ സ്വധർമ്മഃ വിഗുണഃ പരധർമാത് സു അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ശ്രേയാൻ സ്വധർമ്മഃ വിഗുണഃ, സ്വന്തം ധർമ്മങ്ങൾ നല്ല ഗുണ നിലവാരമില്ലാത്തതാണ് എന്ന് വന്നാൽ പോലും അത് പരധർമ്മ സ്വനുഷ്ഠിതാത്, മറ്റുള്ള ഒരാളുടെ ധർമ്മത്തെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വധർമ്മം അത്ര പൂർണ്ണതയില്ലാതെയാണെങ്കിലും അനുഷ്ഠിക്കുന്നത്. അവിടെ സ്വധർമ്മത്തിനാണ് പ്രാധാന്യം. പരധർമ്മത്തെ അപേക്ഷിച്ച് സ്വധർമ്മം ഏറ്റവും കൃത്യമായി അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. അതൊരിക്കലും ഗുണനിലവാരം കുറഞ്ഞതാണ് എന്ന് കരുതി ഉപേക്ഷിച്ചുകൊണ്ട് പരധർമ്മത്തെ സ്വീകരിക്കുക എന്നത് ആചരണീയമല്ല എന്നാണ് പറയുന്നത്. സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചാൽ പോലും അത് ശ്രേയസ്കരമാകും. പരധർമ്മോ ഭയാവഹഃ, അന്യധർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഭയത്തെ ഉളവാക്കുന്ന അല്ലെങ്കിൽ പരധർമാനുഷ്ഠാനം ഭയത്തെ ഉളവാക്കുന്നതാണ് എന്നിവിടെ പറയുന്നു. അപ്പോൾ ഏതേത് ധർമ്മങ്ങളാണോ നമ്മളിൽ ആരോപിതമായിരിക്കുന്നത് അതിനെ പൂർണ്ണതയില്ലാത്തതായിട്ടാണെങ്കിൽ പോലും നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതനുഷ്ഠിക്കാതെ പരധർമ്മങ്ങൾ വളരെ നന്നായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുമെന്ന് വന്നാൽ പോലും ആ ആചരണം ഒട്ടും ശ്രേയസ്കരമല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിലവാരമില്ലാതെയാണെങ്കിലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചാൽ അതും ശ്രേയസ്കരം തന്നെയാണ്. പരധർമ്മം അനുഷ്ഠിക്കുന്നത് ഭയത്തെ കൊണ്ടുവരുന്നതാണ് എന്നുകൂടി ഇവിടെ പറയുന്നു. അർജുനൻ ഒരവസരത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്, ഞാൻ ഈ യുദ്ധമെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷാന്നം എടുത്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം. അർജുനൻ്റെ സ്വതവേയുള്ള കർമ്മം ധർമാനുഷ്ഠാനം, അതിനായിക്കൊണ്ട് യുദ്ധം ചെയ്യുക എന്നതാണ്. അപ്പോൾ സ്വധർമ്മമായി യുദ്ധം അനുഷ്ഠിക്കാതെ ധർമ്മസംസ്ഥാപനത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ അമർച്ച ചെയ്യാതെ ശിഷ്ടന്മാരെ സംരക്ഷിക്കാതെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അത് അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു യോദ്ധാവിൻ്റെ ധർമ്മച്യുതിയാവുന്നു. അങ്ങനെ പോകുന്നത് ഉചിതമല്ല അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ ഭംഗിയന്തരേണ നൽകുന്ന ഉപദേശം. ഇതിന്
ജാതി വ്യവസ്ഥിതയുമായിട്ട് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിയോട് ചേർന്ന് വ്യാഖ്യാനിക്കുന്നത് തികച്ചും അനുചിതമാണ്. ഓരോ ജാതികൾക്കും ഓരോ ജോലികൾ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് അനുഷ്ഠിച്ചാൽ മതി എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഈ ശ്ലോകം അതിനെ പിന്താങ്ങുന്ന ഒന്നല്ല എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, കുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടതായ വിദ്യാഭ്യാസം നൽകണം, അവർക്ക് തൊഴിൽ നേടാനുള്ള നിർദ്ദേശങ്ങൾ ധനസഹായങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളുടെ ധർമ്മമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും ഇവിടെ സ്വധർമ്മമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ചെയ്തിരിക്കുന്നത് ഏറ്റവും മോശമാണ്, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തിൽ വരുന്ന ച്യുതിയാണ്. നമുക്കറിയാം, നമ്മളുടെ കുലദേവതകളെ ആരാധിക്കാതെ നമ്മൾ എത്രയെത്ര ദിവ്യങ്ങളായ ക്ഷേത്രങ്ങളെ സമീപിച്ച് ആരാധിച്ചാലും അവിടെയെല്ലാം നമ്മളുടെ കുലദേവതയുടെ ഒരു താപം നമ്മളിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമദേവതയെ ഉപാസിക്കാതെ അന്യ ക്ഷേത്രങ്ങളിലെല്ലാം പോയി വളരെ വലിയ വലിയ ഉപചാരങ്ങളൊക്കെ നടത്തുന്നതിലും സമർപ്പണങ്ങൾ നടത്തുന്നതിലും ഒക്കെ ശ്രേഷ്ഠമാണ് നമ്മളുടേതായ ഗ്രാമത്തിലും കുലത്തിലും ഒക്കെയുള്ള ദേവതകളെ ഉപാസിക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസുനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.